അപ്പോൾ സോപ്പ് ഓയിൽ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സോപ്പ് ഓയിലാണ്. നമ്മൾ സാധാരണ വാഷിംഗ് മെഷീനിലും അലക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് ഓയിൽ ഇന്ന് നമുക്ക് സ്വയമായി എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ നോർമലായിട്ടുള്ള ഉപ്പാണ്. ഇത് SLS, ഇത് കാസ്റ്റിക് സോഡ, ഈ ബോട്ടിലുള്ളത് SLS, പിന്നെ സുഗന്ധം. അത് ഏതാണെന്ന് വെച്ചാൽ ആ പെർഫ്യൂം നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. ഇത് കളറാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സോപ്പ് ഓയിൽ ഉണ്ടാക്കാനായി വേണ്ടത്. ഇത് എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ഇത് നിർമ്മിക്കാനായി ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ 3 ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്കായിട്ട് ഈ കാസ്റ്റിക് സോഡ പൊട്ടിച്ച് ആ വെള്ളത്തിലിടണം. ആദ്യമേ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നല്ലത്. കാരണം കാസ്റ്റിക് സോഡ പിന്നെ നമ്മൾ ഈ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാസ്റ്റിക് സോഡ നമ്മൾ നേരെ ശ്വസിക്കാൻ പാടില്ല, കുറച്ച് വിട്ട് പിടിക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി ചേർക്കണം. അടുത്തതായിട്ട് വേറൊരു ബക്കറ്റിൽ 2 ലിറ്റർ വെള്ളം എടുക്കണം. 2 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്കായിട്ട് SLS ചേർത്ത് കൊടുക്കണം. അത് ഒരു സേമിയം പോലെ ഉണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ പൊടിയായിരിക്കും. അതും ചേർത്ത് സാവധാനം ഇളക്കി ചേർക്കണം. ഇത് രണ്ടും ഇളക്കി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഇത് 4 മണിക്കൂർ ആറാൻ വേണ്ടി വെക്കണം. ഇത് ഈ ഉപ്പ് ഒരു 2 ലിറ്റർ വെള്ളത്തിൽ കലക്കിയെടുക്കുക. ഇത് നമ്മൾ കാസ്റ്റിക് സോഡ 3 ലിറ്റർ വെള്ളത്തിൽ കലക്കി, അതേപോലെ തന്നെ ഇത് 2 ലിറ്റർ വെള്ളത്തിൽ SLS കലക്കി, ഒരു 2 ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഉപ്പും കലക്കി. അങ്ങനെ ഇത്രയാണ് കലക്കി വെച്ചത്. ഇത് നമ്മൾ ഇനി മിക്സ് ചെയ്യണം. ഇതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ആദ്യം ഈ SLS കലക്കിയത് കാസ്റ്റിക് സോഡയിലേക്ക് ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് ഈ SLS ഈ ലിക്വിഡ് ചേർക്കണം. ഇത് ഒഴിച്ച് ഒരു 10 മിനിറ്റോളം നല്ലോണം ഇളക്കി ചേർക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച ഉപ്പും ഒഴിക്കണം. ഇതൊക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ പതഞ്ഞു പോകും. പതഞ്ഞു പോയാൽ വറ്റാൻ കുറേ താമസം എടുക്കും. ഉപ്പ് ഒഴിച്ചപ്പോഴേക്ക് നല്ല കട്ടിയായി. ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഒരു 10 മിനിറ്റോളം ഇളക്കി ചേർക്കണം. ഇതിലേക്ക് ഇനി കളർ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇനി മണവും കൂടി ഒഴിച്ചു കൊടുക്കാം. പെർഫ്യൂം ഒഴിച്ച് നല്ലോണം ഒരു 20 മിനിറ്റോളം നല്ലോണം ഇളക്കി ചേർക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോവുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.